അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി റസൂലിക സയ്യിദിനാ മുഹമ്മദ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർ, സഹോദരിമാർ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ അമലാക്കി തരട്ടെ. പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നോമ്പ്, മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. വിശുദ്ധമാക്കപ്പെട്ട റമളാനു ശരീഫിൻ്റെ നോമ്പെടുത്തു കഴിഞ്ഞാൽ അവർക്കുള്ളതായ മഹത്വങ്ങളെ സംബന്ധിച്ചും അവർക്കുള്ളതായ നേട്ടങ്ങളെ സംബന്ധിച്ചുമാണ് നിങ്ങളുടെ അരികിൽ അറിവ് പകർന്നു തന്നിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. നമ്മൾ അറിയുന്നതായ അറിവുകൾ മാത്രം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന അറിവുകൾ മാത്രം. എന്നാൽ അറിയാത്ത എത്രയോ ശ്രേഷ്ഠതകൾ അള്ളാഹുവിൻ്റെ അരികിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നലെ നിങ്ങളോട് സൂചിപ്പിച്ചത്, റമളാനു ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പെടുത്തതായ ആളുകൾക്ക് സ്വർഗത്തിൽ ഭക്ഷണപാനീയങ്ങൾ ഒരുക്കി തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ വേണ്ടുവോളം ഭക്ഷിക്കുക, കുടിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു. മാത്രവുമല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പുകാരനിക്കുള്ളതായ നേട്ടങ്ങളെ സംബന്ധിച്ച്, മഹത്വങ്ങളെ സംബന്ധിച്ച് വീണ്ടും പറയുകയാണ്. അപ്പോൾ അവർ തിന്നും കുടിച്ചും കൊണ്ട് സുഖിക്കുന്നതാണെന്നും ഹദീസിൽ ഉണ്ട്. മറ്റുള്ളവർ കൊല്ലും ഹിസാബിൽ പെട്ടതാ, ദാഹം വിശപ്പും കൊണ്ടവർ കരയുന്നതാ. റമളാനു ശരീഫിൽ നോമ്പെടുക്കാത്ത ആളുകൾ ദാഹം കൊണ്ടും വിശപ്പും കൊണ്ടും അവരവിടെ പൊട്ടിക്കരയുകയാണെന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. രക്ഷിക്കണേ നീ അന്ന് യാ റഹ്മാനേ, അതിനുള്ള വഴികൾ ഇന്നു നീ താക്കോനേ. റംസാന്റെ ശ്രേഷ്ഠത നീ അറിഞ്ഞാൽ പിന്നെ എന്നും അതാകാൻ നീ കൊതിക്കും പൊന്നേ. റമളാനു ഷരീഫിൻ്റെ ശ്രേഷ്ഠത അറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴും നമുക്ക് ശ്രേഷ്ഠത മനസ്സിലായിട്ടില്ല, നമ്മൾ കുറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ. റമളാനിൻ്റെ ശ്രേഷ്ഠത അറിഞ്ഞു കഴിഞ്ഞാൽ എന്നും അതാകാൻ കൊതിക്കുമായിരുന്നു എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. അത് ഇബ്നു മസ്ഊദ് റിവായത്തുള്ളതാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അർശിൻ്റെ കീഴിൽ നിന്ന് റമളാൻ്റെ അവ്വലിൽ ഒരു കാറ്റ് വീശുന്നുണ്ട് എന്ന് ഹദീസ്. അതിൽ അർശിൻ്റെ ചോട്ടിൽ നിന്നൊരു കാറ്റ് വീശുന്നുണ്ട്. റമളാനു ഷരീഫിൻ്റെ ആദ്യത്തിൽ ഒരു കാറ്റ് വീശുന്നുണ്ട്. സ്വർഗത്തിലിലകൾ മുഴുവനും ചലിക്കുന്നതാ. ഹൂറുൽ ഹിസാൻ അത് കണ്ടുടൻ പറയുന്നതാ. അർശിൻ്റെ കീഴിൽ നിന്ന് ചെറിയതായ ഒരു കാറ്റ്, ഇളം കാറ്റ്. ആ കാറ്റിങ്ങനെ വീശുമ്പോൾ സ്വർഗത്തിലെ ഇലകളൊക്കെ ഇങ്ങനെ ചലിക്കും. ഹൂറുൽ ഹിസാൻ അത് കണ്ടുടൻ പറയുന്നതാ. എന്താ പറയുന്നത്? യാ റബ്ബന, നീ നോമ്പുകാരിൽ നിന്നും ഇണ നൽകണേ ഞങ്ങൾക്കിതിൽ എന്നെന്നും. ഹൂർനിസായിങ്ങൾ പറയുകയാണ്, ഞങ്ങൾക്ക് ഇവർക്ക് ഇണ നൽകണേ, ഞങ്ങൾക്ക് നല്ല നല്ല ഇണകളെ നൽകണേ, ഇവരിൽ നിന്ന് നല്ല ഇണകളെ ഞങ്ങൾക്ക് നീ നൽകണേ എന്നവർ റബ്ബിനോട് വിളിച്ചു പറയും. വരുന്നാളെ റംസാൻ നല്ല സുന്ദര രൂപമിൽ
റബ്ബിൻ്റെ മുന്നിൽ വീഴുമെന്ന് സുജൂദതിൽ പറയും ഇലാഹതിനോട് ആരോ നിന്നുടെ ഹക്കൊക്കെയും പാലിച്ചു എന്നാൽ അവരുടെ കൈനീ പിടിച്ചും കൊണ്ടുവന്നോ ഇന്ന് തേടിപ്പിടിച്ചുടൻ തന്നെ മുന്നിൽ വന്ന്. റമളാൻ ഷരീഫ്, റമളാൻ മാസം എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ അരികിൽ വന്നുകൊണ്ട് സുജൂദിൽ വീഴും, സുന്ദരമായ രൂപത്തിൽ സുജൂദ് ചെയ്യും. എന്നിട്ട് അള്ളാഹുവിനോട് പറയുകയാണ്, നല്ല ഹക്കോടുകൂടെ, നല്ല ബഹുമാനത്തോടുകൂടെ, ആദരവോടുകൂടെ, സൂക്ഷ്മതയോടുകൂടെ നോമ്പെടുത്തതായ ആളുകളെ ഞാൻ കൊണ്ടുപോട്ടെ, അവരുടെ കൈപിടിച്ച് ഞാൻ കൊണ്ടുപോട്ടെ എന്ന് റമളാനു ഷരീഫ് പറയും. ഹൂറിലീങ്ങൾ ആഗ്രഹിക്കുന്നതും അതാണ്. നല്ല സൂക്ഷ്മതയോടുകൂടെ നോമ്പെടുത്തതായ ആളുകളെ ഞങ്ങൾക്ക് ഇണയാക്കി തരണമേ എന്ന് സ്വർഗത്തിൽ നിന്ന് നോമ്പുകാരായ ആളുകളുടെ മുഖത്ത് നോക്കി അവർ വിളിച്ചു പറയുമെന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വളരെ മഹത്വമേറിയതായ. ഇനി ഇൻഷാ അല്ലാഹ് നാളത്തോടു കൂടെ നമുക്കറിയാവുന്ന മഹത്വങ്ങൾ നമുക്ക് അവസാനിപ്പിച്ച് അടുത്തൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇതോടൊപ്പം നാളത്തെ ഒരു ക്ലാസ് നിർബന്ധമായിട്ടും കേൾക്കുക. വളരെ മഹത്വമേറിയ ഒരു പ്രതിഫലത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പറയാനുള്ളത്, സഹോദരിമാർ, നമ്മളൊക്കെ ഇബാദത്തുകൾ ചെയ്യുന്നവരാണ്. പല നിലക്കും പല രൂപത്തിലും പല സമയങ്ങളിലൊക്കെ ആയിട്ട് ഖുർആൻ ഓതിയിട്ടും ദിക്ർ ചൊല്ലിയിട്ടും നോമ്പെടുത്തുകൊണ്ടും ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എല്ലാവരെയും പ്രാർത്ഥനകളിൽ പ്രത്യേകം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കബൂൽ ചെയ്യട്ടെ. സഹോദരിമാർ എന്നല്ല, സഹോദരന്മാരും അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ദുആ വസിയത്തോടുകൂടെ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.